പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. സുവിശേഷങ്ങളിൽ, ബൈബിളിലെ സുവിശേഷങ്ങളിൽ യേശുക്രിസ്തു ചെയ്തതായ അത്ഭുതങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത്. ഒരു കുടുംബത്തിനകത്തുണ്ടായിരുന്ന സന്തോഷം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം, കരുതി വെച്ചത് തീർന്നുപോയ സാഹചര്യം, ഒരുക്കി വെച്ചത് ഇല്ലാതാകുന്ന സാഹചര്യം, സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് മ്ലാനത ഓടിയെത്തുന്നൊരനുഭവം. ആ കുടുംബത്തിന് ഒരു നിലയിലും ആ പ്രതികൂലത്തിൽ നിന്നും അതിജീവിപ്പാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ യേശു കർത്താവ് അവിടേക്ക് വന്നതുകൊണ്ട് ഒരു വലിയ അത്ഭുതം അവിടെ നടക്കുന്നതായി നാം ആ ഭാഗത്ത് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിലെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ ഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാനിവിടെ നിന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ദീർഘനാളുകളായി കരുതി വെച്ച ഒരു കരുതലാണ് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയത്. ഒറ്റ നിമിഷം കൊണ്ട് അവിടെ പ്രതീക്ഷയ്ക്കൊക്കെ ഭംഗം വന്നു. ഒറ്റ നിമിഷം കൊണ്ട് അവരുടെ ചിന്തകളൊക്കെ മാറി മറിയുകയാണ്. കാരണം ആളുകളുടെ മുമ്പിൽ അവർ എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു വ്യക്തികളായി തീരുമെന്നും, അവരുടെ വീട്ടിൽ നടക്കുന്നതായ ഈ വിവാഹം ദേശം അറിയപ്പെടുന്ന ഒരു വിവാഹമായി തീരുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ ക്രമീകരിച്ചതെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രതികൂലമായ സാഹചര്യം അവിടെ കടന്നു വരും. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നമുക്കൊരുപാട് ആഗ്രഹങ്ങളും ഭാവനകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഭാവനകളും ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴും ഒരു ചീട്ടുകൊട്ടാരം പോലെയാണ്, ഏത് സമയത്തും അത് നിലംപൊത്താം. ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളോടാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. എന്നാൽ പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമായി നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ തന്നെ മാലാഖമാർ പാടിയ പാട്ടിനകത്തെ ഒരു ലൈൻ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ അത്ഭുത മന്ത്രിയാ, വീരനാം ദൈവമാ, നിത്യപിതാവാ. സ്തോത്രം. യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാ. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യത്തിൽ നിന്നും കരയേറുവാൻ നമുക്ക് കഴിയത്തില്ല എന്ന് കരുതി നമ്മൾ വേദനയോടെ മുൻപോട്ട് പോകുമ്പോൾ ഒരു അത്ഭുത വിഷയമായി യേശു അവിടേക്ക് കടന്നു വരികയാണ്. ഈ ഭവനത്തിലും അതാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണോ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണോ നിങ്ങൾക്കുള്ളത്? സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമായി യേശു നിങ്ങളുടെ അരികിലേക്ക് വരികയാണ്. നിങ്ങളുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് യേശു പറയുന്നു, ഞാൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്തും കുടുംബജീവിതത്തിനകത്തും ഞാൻ എന്താ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? യേശു ചോദിക്കുമ്പോൾ അത് ഉള്ളുകൊണ്ട് തുറന്നു പറഞ്ഞ് നമ്മുടെ ബലഹീനതകളെ ദൈവത്തോട് നമ്മൾ ഉള്ളുകൊണ്ട് പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകിയാൽ കാനാവിലെ കല്യാണ വീട്ടിൽ സാധാരണ പച്ചവെള്ളത്തെ തൻ്റെ വാക്കിനാൽ അത് വീഞ്ഞാക്കി തീർത്ത് അവിടെ കടന്നു വന്നവർക്ക് രുചികരമായ ഒരു അനുഭവമാക്കി തീർത്തുവെങ്കിൽ ഇന്ന് നമ്മൾ നിരാശ കൊണ്ട്, വേദന കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യത്തിലേക്ക് യേശു കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ കൊണ്ട് ചിലത് ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മളെ കൊണ്ട് ദൈവം പഠിപ്പിച്ചു നൽകുകയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക, യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. ഈ കർത്താവിൽ വിശ്വസിക്കുക. അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം കാണുവാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വലിയ അത്ഭുതം കാണുവാൻ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ.